എത്ര നേരമായി ഞാനും അമ്മ ആന്റി വരാൻ കാത്തിരിക്കുന്നു. ആഹാ. സേതേട്ടാ, ചേച്ചിയുടെ മുഖത്തുനിന്ന് ഒരു മാറ്റം. കവിളൊക്കെ ദേ തുടുത്ത്, കണ്ണൊക്കെ ദേ തിളങ്ങി. രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ? ആണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ വയ്യ, ആണെന്ന് ഉറപ്പ് പറയാറുമായിട്ടില്ല. കണ്ടോ കണ്ടോ, അപ്പൊ എന്റെ ഊഹ ശരിയാണേ. വന്ന് കേറുന്നല്ലേ ഉള്ളൂ, തുടങ്ങി പെണ്ണിന്റെ വായാടിത്തം. ഹോസ്റ്റലിൽ നീ എണ്ണം കഴിയുമ്പോ തേച്ച് കുളിക്കാറില്ലല്ലേ? ഇരിക്കുന്ന കോലം കണ്ടില്ലേ, മുടിയൊക്കെ ചട പിടിച്ചു. പിന്നെ ഇവിടുത്തെ പോലെ എണ്ണയും കൊഴുമ്പും തേച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കണമെന്ന് ചേച്ചിയുടെ വിചാരം. കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ്. ഓ, ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി. അല്ലെങ്കിൽ ഞാനും എന്റെ സോണിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും, ഇല്ലേ മോളെ? അല്ല, അനിയത്തി വന്ന വേളത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഒരു കപ്പ് കാപ്പിയെങ്കിലും തന്നു പോയി ശ്രീമതി. അയ്യോ സോറി സേതുവേട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. ഇതേപ്പോ വന്ന് കയറിയതേ ഉള്ള അച്ഛാ. എത്ര ദിവസം ഉണ്ട്? 9ന് തിരിച്ചെത്തണം. പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കത്തില്ലേ? ഓ അച്ഛാ. സേതുവിനെ രാവിലെ ആ തോമസ് മാത്യു വിളിച്ചിരുന്നു. ഞാൻ ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിരുന്നു, ഞാൻ വന്നു കയറിയുള്ളൂ. ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. ശരി. സോണിക്കുട്ടി വാ, മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം. വേണ്ട, ഇന്ന് ആന്റി കഥ പറഞ്ഞുതരും. ഓ, ആന്റി വന്നപ്പോ സോണിക്കുട്ടിക്ക് മുത്തച്ഛനെ വേണ്ട. മുത്തച്ഛനെയും വേണം, ആന്റിയും വേണം. ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ? അല്ല, എനിക്കാണെങ്കിൽ 5-6 ദിവസം ഡ്യൂട്ടി ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസവും പോയിട്ട് വരാന്ന് പറഞ്ഞാൽ. എന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? മോനൊരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ? ഇത് മോന്റെ വീട് പോലല്ലേ? അതെ, എന്നാലും അമ്മ, അത് അമ്മയ്ക്ക് ഒരു അസൗകര്യാവില്ലേ? എന്താ അസൗകര്യമെന്നാ? ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള്? ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കുറെ നാൾ താമസിച്ചതല്ലേ. വേറെങ്ങും പോകണ്ട. ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങനെ ബന്ധമാണെങ്കിൽ എങ്ങനെയാവാ, അല്ലേടാ ഹരി? എടാ, പട്ടി ഉണ്ടാവോടാ? വാടേ, ധൈര്യമായിട്ട് വാടേ. ഇതെന്റെ സ്വന്തം വീട് പോലെ. എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാണ്. കൂടെ വാ. അയ്യോ, ഒന്നുമില്ല. ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ. ഹലോ. ഹലോ. വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും? വെറുതെ ചുമ്മാ സേതുവേട്ടനെയൊക്കെ വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതെ. അതിന് അവരാരും ഇവിടെ ഇല്ലല്ലോ. ഓഹോ, അത് ശരി. അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ പിന്നെ ഞങ്ങള് സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ശരി. എന്താ ഹരി, വന്നിട്ട് ഉടനെ മടക്കമായോ? വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ, അപ്പൊ പിന്നെ പോയേക്കാന്ന് കരുതി. സേതുവേട്ട, ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്, മിസ്റ്റർ നന്ദകുമാർ. ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. സേതുവേട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് എഴുതി കൊണ്ടുവന്നതാ. ഹലോ, വെരി നൈസ് ഓഫ് യു ടു ഹാവ് കം. It's my pleasure. നമുക്ക് ആദ്യം സംസാരിക്കാം. ഞാനൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ഉടനെ വരാം. ശരി. കണ്ടോ, ഇതാണ് എനിക്ക് ഇവിടെ ഉള്ള ഒരു ഹോൾഡ് എന്ന് പറയുന്നത്. കണ്ടു. നേരത്തെ നാക്കിറങ്ങി തലയും താഴത്ത് ഇറങ്ങി പോകാൻ നേരത്ത്. എടാ, അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അയാളൊരു ചൂട മൂപ്പില്ല, വേറെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. വെയിറ്റ് ചെയ്യ്. കേട്ടോ സേതു കേട്ടാ, നമ്മുടെ നന്ദു പറയായിരുന്നു, വീടായ ഇങ്ങനെ ഇരിക്കണം, സോ സിമ്പിൾ ബട്ട് ഡിഗ്നിഫൈഡ്.
അതെ അതെ. അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. മിസ്റ്റർ നന്ദകുമാർ ഇവിടെ ഇവിടെ ഞാൻ കമ്പനിയുടെ ഒരു സർവേക്ക് വേണ്ടി ഡെപ്യൂട്ടേഷൻ വന്നാണ്. 5-6 ദിവസം ഉണ്ടാവും. ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ട് ഒന്ന് കയറിയിട്ട് പോകാൻ സമ്മതിച്ചത്. സേതുട്ടാ കാപ്പി കുടിക്കണ്ടേ? ബാങ്കിൽ പോകാനുള്ളതല്ലേ? ആ ഹരിയും മിസ്റ്റർ നന്ദകുമാറും വരൂ, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ അത് വേണ്ട. കാപ്പി കുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല. നന്ദുവിനാണെങ്കിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഇപ്പം വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി. ഒരു ഹോളിഡേ നോക്കി ഫ്രീ ആയിട്ട് ഇറങ്ങും, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദുവും വളരെ ബിസിയാണല്ലോ. തീരാ ഓക്കെ ചെയ്യും. പറ്റേ കോട്ടെ ചേച്ചി. ഹോ, ഈ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ കൂട്ടി വിളിച്ച എന്നെ വേണം തല്ലാൻ. അതിനെന്ത് പറ്റി? ഞാൻ വിളിച്ചോണ്ട് വേണ്ടി നിന്നെ അവരകത്ത് കയറ്റിയിരുത്തി. ഈ അകത്ത് വിളിച്ച് കയറ്റി എന്നിട്ട് എന്തോന്നിനാ അയാളെ മെമ്പർമാരെ കാണാനോ? അതിപ്പോ നിന്റെ മനസ്സിരിപ്പോ എങ്ങനെ ഞാൻ അറിയുന്നത്? എടാ നമ്മൾ എന്തിനാ അവിടെ പോയത്? സീതയെ കാണാൻ, പരിചയപ്പെടാൻ, പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. അതിന് അവൾ അകത്ത് കയറുന്നത് ഞാൻ എന്താ ചെയ്യാനാ? എടാ അതിനല്ലേടാ നമുക്ക് ദൈവം നല്ലൊരു വഴി കാണിച്ചു തന്നത്. എന്ത് വഴി? എടാ അവരെ നമ്മളെ കാപ്പിടിക്കാൻ വിളിച്ചല്ലേ? ആരുടെ അവൻ? ആദ്യമായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ അവര് നമ്മളെ കാപ്പ് കുടിക്കാൻ വിളിച്ചെന്ന് കരുതി. നമുക്കൊരു സ്റ്റാറ്റസ് ഒക്കെ വേണ്ട. തേങ്ങാ കൊല 5-6 ദിവസത്തെ ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണ് നുണയും പറഞ്ഞ് ഞാനിവിടെ കൂടിയിരിക്കാൻ സ്റ്റാറ്റസ് നോക്കാല്ലേ? എടാ അവർ കാപ്പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്ര വേണം നുള്ളി തോണ്ടി? കൊശവന് വല്ലതും മനസ്സിലായിട്ട് വേണ്ടേ? എടാ കാപ്പ് കുടിക്കാതിരിക്കുമ്പോ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഇടയ്ക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തരാനെങ്കിലും സീത വരും. ഫോർമാലിറ്റിക്ക് വേണ്ടി 1-2 വാക്കെങ്കിലും പറയും. അറ്റ്ലീസ്റ്റ് ഒരു ബേസ് എങ്കിലും ഇട്ട് വയ്ക്കായിരുന്നു. ചൊക്കൻ മുഴുവൻ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ. സമാധാനമല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അളിയ, ഈ വക കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലെന്ന്. ആദ്യമൊക്കെ ആവുമ്പോ അല്ലറ ചില്ലറ മിസ്റ്റേക്സ് ഒക്കെ വരും. നീ അങ്ങ് ക്ഷമിക്കും. ശരി, ആദ്യം അതൊന്ന് ക്ഷമിച്ചിരിക്കുന്നു. ഇനി കാപ്പിടിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടല്ലോ? വാ വാ. ഈ വാതിലൊന്നും അടച്ചിട്ടായിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. കോഴ്സ് ഒന്ന് കഴിയട്ടെ, നിനക്കൊരാൾ വരുമല്ലോ. അപ്പൊ ഇത് ഓരോന്നിനും ഞങ്ങൾ പകരം ചോദിക്കും, അല്ലേ ധർമ്മലേ? പിന്നെ ഇവിടുത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മാറിയിക്കാം. പോവണേ അവിടുന്ന്. സേതുട്ടം പോകുമ്പോ ഞാനും ഉണ്ട് കൂടെ. ടൗൺ വരെ സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം. പിന്നെ നിനക്ക് എഴുന്നള്ളാനുള്ളിടത്തൊക്കെ പറവപ്പിച്ച് നടക്കലല്ല എനിക്ക് ജോലി. എനിക്ക് 10 മണിക്ക് മുമ്പ് ബാങ്കിലെത്തേണ്ടതാ. അതിനിപ്പോ മണി 9:30 ആയുള്ളൂ. പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്തൂടെ? ഓ അപ്പോഴേക്കും എത്തിയല്ലോ. അനിയത്തിയെ സപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് വേണ്ടി പറയാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ചെയ്തോട്ടെ? സമ്മതിച്ചേ. ഇതേ നീ കാറിലോട്ട് കയറിക്കോ, എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം. എന്താ പോരെ? എങ്ങോട്ടാ? ചുമ്മാ വെറുതെ ടൗണിലേക്കാണ് കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട. വാ കേറടാ. കണ്ടത് നന്നായി. ഇവിടെ ഓട്ടോറിക്ഷ കിട്ടാൻ വലിയ പാടാണ്. സിറ്റിയിലാണെങ്കിൽ അതൊരു പ്രശ്നമേ ഇല്ല. ഇതിന്റെ അപ്പോൾസ്റ്ററി നന്നായിരിക്കുന്നു. കോയമ്പത്തൂരായിരിക്കും ജയിച്ചത്. ഇവിടെ തന്നെ. ചെയ്തേട്ടാ ഇതേത് മോഡലാ? 72. അയ്യോ കണ്ടാ തോന്നത്തില്ല. ഞാൻ വിചാരിച്ചു 79-80 ആയിരിക്കുന്ന. ഇതെവിടേക്കാ? ചേട്ടാ ആ ജംഗ്ഷനിൽ നിർത്തിയാൽ മതി. സുശീലിന്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്? അവളെ ചിലപ്പോ വീട്ടിലുണ്ടാവില്ല. ഇവിടെ ലീലയുടെ വീട്. ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. വരട്ടെ. ആ